കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സാംസ്കാരിക രംഗം വളരെ മലിനമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. അതിന് കാരണം നമ്മുടെ പരമോന്നത നീതിപീഠം തുല്യതയ്ക്കു വേണ്ടിയിട്ട് തുല്യതയിൽ ഊന്നിക്കൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന് വിധി പ്രസ്താവിക്കുകയുണ്ടായി. ഒരു പ്രാകൃത സമൂഹത്തിൻ്റെ എല്ലാ രൂപവും പൂണ്ടുകൊണ്ട് കേരളത്തിലെ ഒരു ന്യൂനപക്ഷം തെരുവിലിറങ്ങി കോടതി വിധിയെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഒരു സമൂഹമാകെ കോടതി വിധിയെ ചോദ്യം ചെയ്താൽ എന്താകും അവസ്ഥ? നീതിവ്യവസ്ഥയെ, ഭരണഘടനയെ ചോദ്യം ചെയ്യാൻ എന്തായിത്തീരും രാജ്യമെന്നുള്ളത് നമ്മുടെ മുമ്പിൽ മറ്റു പല രാജ്യങ്ങളുടെയും ചരിത്രം, ട്യൂണീഷ്യ, നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥ തകർന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ കോടതി വിധിക്കെതിരെ തെരുവിൽ ആളുകൾ ഇറങ്ങിയപ്പോൾ നമ്മോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാനിലും സമാനമായ സംഭവം അരങ്ങേറുകയുണ്ടായി. അത് നമ്മുടെ പലരുടെയും ശ്രദ്ധയിൽ വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആസിയ ബീവി എന്ന ഒരു ക്രിസ്തീയ വനിത അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അതിന് കാരണം അവർ പ്രവാചക നിന്ദ നടത്തിയെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരു കെട്ടിച്ചമച്ച കേസായിരുന്നു അത്. എന്തായാലും ആ രണ്ട് കോടതികൾ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവർ അപ്പീലിന് പോയി. സുപ്രീം കോടതി അവരെ കുറ്റവിമുക്തയാക്കി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും ഒരേ ദിവസമാണ് ജനിച്ചു വീണത്. രണ്ടുപേരുടെയും ഭരണഘടന വ്യത്യസ്തവുമാണ്. പാകിസ്ഥാനിലെ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ പറയുന്നത് ഇത് മാറ്റത്തക്കതല്ല എന്നുള്ളതാണ്. ഏത് ഭരണഘടനയുടെയും അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നത് അത് ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന വിവേചനരഹിതമായ ഒരു നിലപാടിൽ നിന്നാണ്. അതാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ ഹിതമല്ല, മറിച്ച് ന്യൂനപക്ഷ സംരക്ഷണമാണ്. തോറ്റവൻ്റെ കൂടെ നിൽക്കലാണ് ജയിച്ചവൻ്റെ യോഗ്യതയും അർഹതയും വേണ്ടത്. അത്തരത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഭൂരിപക്ഷ തീരുമാനമല്ല, ന്യായത്തിലൂന്നി, നീതിയിലൂന്നി, രാജ്യരക്ഷയെ കരുതി, സമാധാനത്തെ കരുതി, തുല്യതയെ കരുതി, സാഹോദര്യത്തെ കരുതി ഈ രാജ്യം മുന്നോട്ട് പോകാൻ, അതിലെ ജനങ്ങൾ തുല്യരായി ജീവിക്കാനുള്ള അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കലാണ് ഓരോ ഭരണഘടനയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണഘടന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജനങ്ങളുടെ മുമ്പേ സഞ്ചരിക്കുന്ന ഒന്നാണ്. ജനങ്ങൾ അതിൻ്റെ വഴിയെ വരേണ്ടവരാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഭരണഘടന ഇന്ത്യ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. കാരണം ഈ രാജ്യം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ കക്ഷിയുടെ നേതാവ് പറയുകയാണ് നടപ്പിലാക്കാൻ പറ്റുന്ന വിധിയെ പ്രസ്താവിക്കാവൂ എന്ന്. അതെന്തു വിധിയാണ്? നീതിന്യായത്തിൽ അധിഷ്ഠിതമായ വിധി പ്രസ്താവിക്കണമെന്ന് പറയുമ്പോൾ നടപ്പിലാക്കാവുന്ന വിധി. അവിടെയാണ് നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെയും വ്യത്യസ്തത. പാകിസ്ഥാനിലെ പ്രിയാമ്പിളിൽ പറയുന്നത് ഇത് അൺചേഞ്ചബിളാണ്, ഇതിനെ മാറ്റത്തക്ക രീതിയിലല്ല. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ ഉറപ്പാക്കാം. എങ്ങനെ? ഖുർആൻ നൽകുന്ന, ശരീഅ നൽകുന്ന അവകാശങ്ങളെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാമെന്നാണ്. ശരീഅ പറയുന്നതോ എന്താണ് ന്യൂനപക്ഷം എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ഞങ്ങൾ പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ ന്യൂനപക്ഷങ്ങളാണെങ്കിൽ അവർക്ക് പല അർഹതയുമില്ല. എല്ലാ മുസ്ലിം രാജ്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും.
അങ്ങനെ ആസിയ ബീവിയുടെ കേസ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ഇവിടെ സംഭവിച്ചത്, ഈ ആസിയ ബീവിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബിലെ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ആസിയ ബീവിയെ സന്ദർശിക്കുകയും നിയമപരമായ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു എന്നുള്ളതാണ്. വധിച്ച ആളെ വീരപുരുഷത്വം നൽകിക്കൊണ്ടാണ് പാക് ജനത സ്വീകരിച്ചത്. നോക്കൂ, മതത്തെ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഭരണഘടന ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായി സഞ്ചരിക്കാൻ ഒരു ആധുനിക സമൂഹം നിർബന്ധിക്കപ്പെടുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ, അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രസക്തി. വിശ്വാസ പ്രമാണങ്ങളും ആധുനിക ഭരണഘടനയും, ഇത് രണ്ടും വ്യത്യസ്തമായ പാന്താവിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഇതിന് യോഗ്യമായ രീതിയിൽ ജനങ്ങൾ മാറേണ്ടതുണ്ട്, അവരെ മാറ്റേണ്ടതുണ്ട് എന്നതാണ് ഇത്തരം ഓപ്പൺ ഫോറത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. അങ്ങനെ ആസിയ ബീവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായം നൽകിയ പഞ്ചാബ് ഗവർണർ കൊല്ലപ്പെടുകയാണ്. അവർക്കു വേണ്ടി വാദിച്ച വക്കീല് ഇപ്പോൾ പാകിസ്ഥാനിലില്ല, അദ്ദേഹം രാജ്യം വിട്ടുപോയി. ഇപ്പം രാഹുൽ ഈശ്വർ എന്താ പറയുന്നത്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് മിശ്ര കള്ളനാണ് എന്നാണ്. ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വിധിയുമായി അധിഷ്ഠിതപ്പെടുത്തി ഒന്നും പറയാനില്ല, അദ്ദേഹത്തെ ഭർഷിക്കുകയാണ്. ഇതിന് സമാനമായിട്ട് അവിടെ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും സമാനമായ സംഭവങ്ങൾ തന്നെയാണ്. ഒരുപാട് സമാനത അതിനകത്തുണ്ട്. അവിടുത്തെ ജഡ്ജിയെ വധിക്കാൻ വേണ്ടിയിട്ട് മുല്ല ഉത്തരവിറക്കിയിരിക്കുകയാണ്. ആസിയയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അവർ പുറത്തു വരികയാണെങ്കിൽ അവരെ കൊല്ലുന്നവർക്ക് 5 ലക്ഷം രൂപ ഇനാമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, സാമാന്യ നീതിയിൽ അധിഷ്ഠിതമായ സമൂഹത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു നീതി വ്യവസ്ഥയെ എങ്ങനെയാണ് മതസമൂഹം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഈ LGBT നിയമം 377 അത് ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായ, ചരിത്രപ്രസിദ്ധമായ ഒരു വിധിയായിരുന്നു. IS-കാർ ഈ സ്വവർഗരതിക്കാരെ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ കയറ്റിയിട്ട് അവിടുന്ന് പിടിച്ചു തള്ളുകയാണ്. ഇന്ന് ആധുനിക സമൂഹത്തിന് അറിയാം എന്താണ് ലൈംഗികതയെന്നും അതിൻ്റെ വ്യത്യസ്തമായ രീതികളെയൊക്കെ നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കി കഴിഞ്ഞ ഒരു യുഗത്തിൽ ജീവിച്ചുകൊണ്ടാണ് അറിയാൻ താല്പര്യമുള്ളവർക്ക് അറിയാനുള്ള എല്ലാ വാതിലുകളും തുറന്നു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് പ്രാകൃതമായ ആ രീതി, അതാണ് വിശ്വാസ പ്രമാണങ്ങളുടെ രീതി എന്ന് പറയുന്നത്. ആധുനികതയെ ഉൾക്കൊള്ളില്ല, തിരിഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഒരൊറ്റ നോട്ടമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഗ്രന്ഥത്തിലേ നോട്ടമുള്ളൂ. ഈ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും സ്വവർഗരതിക്കാരെ പിടിച്ചു തള്ളാൻ കാരണം അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞാൻ വളരെ ചെറുതായിട്ട് വിവരിക്കാം. ലൂത്ത് നബി, അദ്ദേഹം ഈ സ്വവർഗരതിക്കാരെ എതിർത്ത ആളാണ്. അദ്ദേഹം സ്വവർഗരതിക്കാരോട് പറഞ്ഞു, ഇത് ദൈവത്തിന് വിരുദ്ധമാണ്, ദൈവനീതിക്ക് വിരുദ്ധമാണ്, നിങ്ങളിത് ചെയ്യരുതെന്ന്. അവർ കേട്ടില്ല. അവരെ ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അതിപ്പോൾ ഭൂകമ്പമുണ്ടാക്കാൻ ISSന് കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ ഈ സ്വർഗരതിക്കാരെ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്നത്. ഇന്ത്യയിലോ നമ്മളത് 377 അബോളിഷ് ചെയ്തു. സ്വർഗരതി എന്നുള്ളത് നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണെന്നും ഇത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ഇത് സഹജമാണെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ആ വിധി പ്രസ്താവിച്ചത്. ആ വിധി വന്ന ഉടനെ തന്നെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അക്ബറിൻ്റെ ഒരു വീഡിയോ. അതിൽ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ഇതിനെ.
ദൈവം പറഞ്ഞതാണ് ശരി, മനുഷ്യന് അതിൽ തീരുമാനിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ എത്ര ബ്ലോഗർമാരാണ് വധിക്കപ്പെടുന്നത്. ഇന്ത്യയിലും സമാനമായി സംഭവിക്കുന്നു. വധിക്കാനായിട്ട്, കൊല്ലാനായിട്ട് ആർക്കും അവകാശമില്ല എന്നിരിക്കെ ഭരണകൂടം തന്നെ വധശിക്ഷയ്ക്ക് എതിരെ നിൽക്കുമ്പോൾ, അതാണ് മൗലിക അവകാശത്തിൻ്റെയും ഭരണഘടനയുടെയും പ്രത്യേകത. പക്ഷേ വിശ്വാസ സമൂഹം അങ്ങനെയല്ല. വിശ്വാസ സമൂഹങ്ങൾക്ക് ആളെ കൊല്ലുക എന്നുള്ളത്, ആസിയെ കൊല്ലുക, ആസിയയ്ക്ക് അനുകൂലമായി വിധി പറയുന്ന ജഡ്ജിയെ കൊല്ലുക, അങ്ങനെ ഒരു കാടൻ നിലയിലേക്കാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ധ്വംസിക്കുന്ന. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടന നമുക്ക് അംഗീകരിച്ചിരുന്ന ഒരു മൗലികമായ അവകാശമാണ്. അതുപോലെ തന്നെ ഡെത്ത് പെനാൽറ്റി ലോകരാജ്യങ്ങളൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇന്ന് എവിടെയാണ് അത് നിലനിൽക്കുന്നത്? വിശ്വാസ സമൂഹങ്ങളിൽ മാത്രമാണ്. മാത്രമല്ല, വിശ്വാസ സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന ആധുനിക ഭരണകൂടങ്ങളുള്ള, ആധുനിക ഭരണഘടനയുള്ള രാജ്യങ്ങളിലും അവിടുത്തെ ജനങ്ങൾ ഇതിന് അനുകൂലമായി നിൽക്കുന്നു. മുസ്ലിം രാജ്യങ്ങളിലൊക്കെ തന്നെ വധശിക്ഷ ഇന്ന് നിയമവ്യവസ്ഥയാണ്. കാരണം ഖുർആൻ അത് പറയുന്നുണ്ട്. 5 കാര്യങ്ങൾക്ക് ഖുർആൻ വധശിക്ഷ നിർബന്ധമാക്കി പറയുന്നു. 1 അപ്പോസ്റ്റസി, ദൈവനിന്ദ, അത് നമ്മുടെ ആസിയയിൽ കണ്ടു. 2 ടെററിസം, രാജ്യത്തിനെതിരായിട്ട് കലാപമുണ്ടാക്കുക. ലാൻഡ്, സീ ഓർ എയർ പൈറസി, റേപ്പ്, അഡൾട്ടറി 497. നമ്മൾ 497 അബോളിഷ് ചെയ്തു. പക്ഷേ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന പ്രാകൃതമായ സമ്പ്രദായം ഇറാനിലും സൗദി അറേബ്യയിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഭരണഘടനയാണോ നമ്മൾ പിന്തുടരേണ്ടത്, അതിലേക്ക് വേണ്ടി വാദിക്കണോ, അതോ വിശ്വാസ സംഹിതകളെ മുറുകെ പിടിക്കണമെന്ന് ചോദിച്ചാൽ, ഈ 2 ഉദാഹരണങ്ങളും ഇന്ത്യയുടെ ആധുനിക ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭരണഘടന വിഭാവനം ചെയ്ത തുല്യതയുടെ അടിസ്ഥാനത്തിൽ 497 അബോളിഷ് ചെയ്തുകൊണ്ട് അഡൾട്ടറിയെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീ എന്നത് ചരക്കല്ല എന്ന് പറയുകയാണ്. ചരക്കെന്ന് കണക്കാക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാൻ സമൂഹത്തെ നിർബന്ധിതമാക്കുമ്പോൾ അതിന് അവരെ പ്രാകൃതമായ രീതിയിൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു വ്യവസ്ഥയാണ് ഇസ്ലാമിക സമൂഹങ്ങളിലും മറ്റും നിലനിൽക്കുന്നത്. അതുപോലെ സ്ത്രീ തുല്യത, അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാനത് പറയുന്നില്ല. സ്ത്രീ തുല്യതയ്ക്ക് ആർട്ടിക്കിൾ 14 പറയുന്നത് ഏതു കാരണവശാലും സ്ത്രീ പുരുഷന് തുല്യയാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശിപ്പിക്കപ്പെടണമെന്ന് നമ്മുടെ കോടതി വാദിച്ചത്. മറ്റ് മതവിഭാഗക്കാരോട് എടുക്കുന്ന നിലപാട് അഹമ്മദിയ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, വഴിയെ സംസാരിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ 2 പാന്താവുകൾ ജീവിച്ചിരിക്കുന്ന തെളിവുകളോടുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. 1, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭരണഘടന പോലുള്ള ആധുനിക ഭരണ സംവിധാനങ്ങൾ. 2, ജനങ്ങൾ താലോലിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നീതി വ്യവസ്ഥകൾ. ഇത് 2നെയും എടുത്ത് പരിശോധിക്കുമ്പോൾ 1 പ്രാകൃതവും മനുഷ്യത്വരഹിതവുമാണെങ്കിൽ, 2ാമത്തേത് മനുഷ്യനെ ആധുനിക സമൂഹത്തിലേക്ക് നയിക്കുന്ന ഉദാത്തമായ മാതൃകയാകുമ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം. അതിനാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഡോക്ടറുടെ മുൻകൈ എടുത്തുകൊണ്ട് ബി ദ പീപ്പിൾ എന്നുള്ള വളരെ ഒരു എന്താ പറയുക, മഹനീയമായ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കും. ഈ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ കേരളീയ മനസ്സ് ഉണരുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഓപ്പൺ ഫോറം എന്ന് ഞാൻ കരുതുന്നു. വഴിയെ ബാക്കി കാര്യങ്ങൾ പറയാം. ഡോക്ടർ അജിത്. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി പങ്കെടുക്കുവാൻ ഞങ്ങളെ ക്ഷണിച്ചതിന് സ്വതന്ത്ര ലോകത്തിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ചും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഭരണഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ
സുപ്രീം കോടതി വിധിയുമായിട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല ധാരണയുള്ളവരായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്നുള്ള നിലയിൽ ആമുഖമായി ചില കാര്യങ്ങൾ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ മാത്രമാണ് എന്ന് കരുതുന്നു. നമ്മുടെ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾ സംസാരിക്കാറുള്ള ഈക്വാലിറ്റി, ഫ്രീഡം, റൈറ്റ് ടു ലൈഫ്, അതുപോലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് റൈറ്റ് ടു റിലീജിയസ് അല്ലെങ്കിൽ റിലീജിയൻ. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ യുക്തിബോധത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് നോക്കിയാൽ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെയുണ്ട്. പക്ഷേ എങ്കിലും അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈ ദൗർബല്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടും ഭരണഘടന ഒരു ബിംബമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതീകമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എത്ര വലിയ ഭൂരിപക്ഷം തീരുമാനിക്കുകയാണെങ്കിലും മനുഷ്യൻ സമൂഹമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി, ഒരു ദേശത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിക്കേണ്ട സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ ലംഘിക്കപ്പെടുന്ന ഒരു തീരുമാനം ഇന്ത്യയിലെ ഏറ്റവും മഹാഭൂരിപക്ഷം ചേർന്നാലും എടുക്കുവാൻ കഴിയരുത് എന്നുള്ളൊരു നിബന്ധന, അത് ഉറപ്പ് നൽകുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ ഭരണഘടന മാത്രമാണ്. ഞാനും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുമൊക്കെ ഭരണഘടന ഇത്രയും വിലപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് ഏതെങ്കിലും സമയത്ത് വിചാരിച്ചിട്ടുണ്ടാകുമെന്നും കരുതുന്നില്ല. കാരണം അത്ര സുരക്ഷിതമായിട്ടാണ് ഒരു ജനാധിപത്യത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അത് കുറേ തകർന്ന് ഇപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് അഭയം തേടാവുന്ന ഒരു മാർഗമായിട്ടാണ് ഭരണഘടന നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഭരണഘടനയുടെ ആദ്യ വാചകത്തിലെ പ്രിയാമ്പിളിലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിൻ്റെ വി ദ പീപ്പിൾ സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് ചെയ്യുകയുണ്ടായത്. കൊല്ലത്ത് ഇന്നതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. സമാനമായി കേരളത്തിലാകമാനം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സർക്കാർ തന്നെ ഭരണഘടനാ സാക്ഷരത ആചരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയിൽ ഇങ്ങനൊരു വിധി എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ആര് കോടതിയിൽ പോയി എന്നൊക്കെ ഉള്ളത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആദ്യം കേൾക്കുന്ന ബെഞ്ച് പ്രധാന ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, ഇത് ഫണ്ടമെൻ്റലായിട്ടുള്ള ചില സംശയങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് പോകുന്നത്, 5 അംഗ ബെഞ്ചിലേക്ക്. അതിലാദ്യത്തെ ചോദ്യം, ജൈവികമായ കാരണങ്ങളുള്ള സ്ത്രീകളുടെ ആർത്തവ പ്രക്രിയ മൂലം അവരെ ഒരു പബ്ലിക് വർഷിപ്പിൽ നിന്നും ഒഴിവാക്കുന്നത് ഭരണഘടന വിഭാവന ചെയ്യുന്ന 14, 15, 17, 25 തുടങ്ങിയ അവകാശങ്ങളുടെ ലംഘനമാണോ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ ഒഴിവാക്കൽ മതങ്ങൾക്ക് ചില അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നൽകിയിട്ടുണ്ട്, അതിൽ പെടുമോ? അതായത് ആ മതത്തിൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആണോ? മൂന്നാമത്തേത്, ഇത് ഒരു പ്രത്യേക മതവിഭാഗമായതിനാൽ അവർക്കിങ്ങനെ ചെയ്യുവാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 അല്ലെങ്കിൽ 26 വഴി അവർക്ക് ലഭിക്കുന്നുണ്ടോ? മറ്റൊന്ന്, കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന നിയമം 1965 പബ്ലിക് വർഷിപ്പ് ആക്ട് മൂലമാണ്. ആ ആക്റ്റിൽ ഇത്തരത്തിൽ സ്ത്രീകളെ തടയാവുന്ന ഒരു വകുപ്പ് ചെയ്യുവാനുള്ള സാഹചര്യമുണ്ടോ? അഞ്ചാമത്തേത്, ആ വകുപ്പിനകത്തുള്ള 3B ഇത്തരത്തിൽ സ്ത്രീകളെ പ്രവേശനം അനുവദിക്കരുതെന്നുള്ള ഒന്ന് ചേർത്തിട്ടുള്ളതും 92 കോടതി വിധി ഉണ്ടാകുന്നതും. അത്
ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ച് അത് നിലനിൽക്കുന്നതാണോ? ഈ 5 ചോദ്യങ്ങളാണ് ബേസിക്കലി ഈ കോടതിയുടെ ഫ്രണ്ടിൽ വരുന്നത്. അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് കാണുന്ന വിധിയിലേക്ക് നയിക്കുന്നത്. ഞാൻ ഒന്നിങ്ങനെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. ആദ്യ കാലങ്ങളായിട്ട് സ്ത്രീകൾക്കുള്ള വിലക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നു. ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മതവിശ്വാസത്തെക്കുറിച്ച് കോടതിക്ക് ഇടപെടാവുന്നതിൽ വളരെ പ്രാചീനമായി നിലനിൽക്കുന്ന ഒരു ആചാരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടപെടാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം ഉന്നയിച്ച വാദം അതായിരുന്നു. രണ്ടാമത്തേത്, അവിടെയുള്ള പ്രതിഷ്ഠ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇത്തരം അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യത്തിന് ഭംഗം ഉണ്ടാകുന്ന പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ആർത്തവം സ്ത്രീകളിലെ അശുദ്ധകാലമായിട്ട് കണക്കാക്കുന്നു. ഇതൊക്കെ ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശനം തടയണം യുവതികളുടെ എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഈ 12 വർഷം കോടതിയിൽ നടത്തിയ വാദങ്ങളുടെ സംക്ഷിപ്തമാണ് ഞാൻ പറയുന്നത്. 41 ദിവസം വ്രതമെടുത്താണ് പോകുന്നത്. 41 ദിവസത്തിനിടയിൽ സ്വാഭാവികമായിട്ടും ഒരു യുവതിക്ക് ആർത്തവം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും അവർക്കങ്ങനെ പോകാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നുള്ളത് ഹൈക്കോടതി വിധിയും അതുപോലെ തന്നെ ഇത് എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് പറഞ്ഞത്, മറ്റു ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് സമമല്ല അയ്യപ്പ ക്ഷേത്രം, അതൊരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ എതിർവാദങ്ങളും വിധിയുമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചുരുക്കി പറയുന്നതാണ്, സ്ത്രീകളുടെ പ്രവേശനം ഇങ്ങനെ അനാദികാലമായി തടഞ്ഞതിന് തെളിവില്ല. യാതൊരു തരത്തിലുള്ള ടെക്സ്റ്റുവൽ ഡോക്യുമെൻറ്റും ഇതിനെതിരെ വാദിച്ചവർക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പലതവണ ഇങ്ങനെ പ്രവേശിച്ചിട്ടുള്ളതായിട്ടുള്ള രേഖകളും കോടതിക്ക് ലഭ്യം. അയ്യപ്പ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാര്യമാണ് എങ്കിലും നമ്മളൊരു ഓത്തെടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ആ പ്രതിജ്ഞ പ്രസക്തമാകുന്നത് ആ പ്രതിജ്ഞയെ ലംഘിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ മുമ്പിലുണ്ടാകുമ്പോഴും അത് കീഴ്പ്പെടാതെ ആ പ്രതിജ്ഞയോടൊപ്പം നിൽക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അതിന് വ്രതശുദ്ധിയുമായിട്ട് പോകുന്നവർ ആരെങ്കിലും ഒരു സ്ത്രീയുടെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ അതില്ലാതായി പോകുമെന്ന് കരുതുന്നത് ആ ഓത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടത് പ്രസക്തമല്ല എന്നുള്ളതായിരുന്നു കോടതി. ആർത്തവം ഒരു അശുദ്ധമായിട്ടുള്ള ശാരീരിക അവസ്ഥയായിട്ട് പണ്ട് കണ്ടിരുന്നു മനുഷ്യൻ. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് അർത്ഥമില്ല. മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക പദവിയും ശബരിമലയ്ക്കുള്ളതായിട്ട് കാണാൻ പറ്റുകയില്ല. എസൻഷ്യൽ റിലീജിയസ് ഡിനോമിനേഷന് 3 ക്രൈറ്റീരിയയാണ് വളരെ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള കോടതി വിധികളിൽ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നതിന് പ്രത്യേകമായിട്ടുള്ളൊരു പേരുണ്ടായിരിക്കണം. 2, ഒരു പ്രത്യേക രീതിയിലുള്ള ആത്മീയ അനുഭവം അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒരു ഐഡിയോളജിയോ അതിനുണ്ടായിരിക്കണം. 3-മത്തേത് പ്രത്യേകമായിട്ടുള്ള ഒരു സെക്റ്റ് ഓഫ് ആളുകൾ അതിൻ്റെ വിശ്വാസികളായിരിക്കണം. അപ്പോൾ ഒരു തരത്തിൽ വിശ്വാസിയായാൽ മറ്റൊന്നിൽ വിശ്വാസിയാകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ഇല്ല എന്നാണ് കോടതി ഈ ഡോക്യുമെൻ്റ് വെച്ച് കണ്ടെത്തുന്നത്. ഇതിലൊരു അമിക്കസ് ക്യൂറിയെ ഏർപ്പെടുത്തുകയും അമിക്കസ് ക്യൂറിയും ഏതാണ്ട് സമാനമായിട്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 4 പേരും 2 പേര് ഒരുമിച്ചുള്ള ജഡ്ജ്മെൻറ്റും, നേരത്തെ ജയരഘു സംസാരിച്ചതുപോലെ ചന്ദ്രചൂഡ് സെപ്പറേറ്റ് ജഡ്ജ്മെൻറ്റും നരിമാൻ സെപ്പറേറ്റ് ജഡ്ജ്മെൻറ്റും ഇന്ദു മൽഹോത്ര സെപ്പറേറ്റ് ജഡ്ജ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 26 അനുസരിച്ചിട്ട് ഒരു റിലീജിയന് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ മതപ്രസ്ഥാനങ്ങൾ നടത്താമെന്നാണ്. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് റിലീജിയസ് സെക്റ്റാക്കി കാണാൻ പറ്റാത്തത് കൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളിലുള്ള വ്യത്യസ്തത, എല്ലാ പ്രാദേശികമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, എന്നാൽ അടിസ്ഥാനപരമായിട്ട് അതിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഹൈന്ദവ മതത്തിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്ന് ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് വിധി ഉണ്ടാകുന്നത്. അപ്പോൾ വിധി അവസാനം സമാപിക്കുന്നത് ചന്ദ്രചൂഡൻ പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ആർട്ടിക്കിൾ 17 എടുത്തത്. അങ്ങനൊരു കാര്യം ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹമാണ്. അൺടച്ചബിലിറ്റി ഓഫ് എനി കൈൻഡ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 17.
എനി കൈൻഡ് എന്ന് പറയുന്നത് ഒരു കാസ്റ്റിനുള്ള അൺടച്ചബിലിറ്റി പോലെ തന്നെ ഈ ഏജ് ഗ്രൂപ്പിനോടുള്ളതിനെയും കാണണം, അത് സിമിലറായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈവൻ ടെക്സ്റ്റുവൽ ഡോക്യുമെൻ്റ് നിങ്ങളിങ്ങനൊരു ആചാരം ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കിയാൽ പോലും അത് നിലവിലുള്ള ശാസ്ത്രബോധത്തെയോ ഈവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ പോലും മറികടക്കാൻ കഴിയില്ല. നിങ്ങളൊരു ടെക്സ്റ്റുവൽ ഡോക്യുമെൻ്റ് പണ്ട് 50,000 വർഷം മുമ്പ് ഇതുണ്ടായിരുന്നു എന്ന് കാണിച്ചാൽ പോലും അത് തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ 4 പേരും കണ്ടെത്തിയത് ഇതൊരു സെപ്പറേറ്റ് സെക്ട് ഓഫ് റിലീജിയസ് ഡിനോമിനേഷൻ അല്ല, അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ആചാരമായി അംഗീകരിക്കാൻ കഴിയില്ല. ഈ 15ഉം 10ഉം 50നും ഇടയിലുള്ളവർ യുവതികൾ പ്രവേശിച്ചാൽ ഹൈന്ദവ ആചാരത്തിൻ്റെ, ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പൊതുതത്വം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു എസെൻഷ്യൽ പ്രാക്ടീസായിട്ട് കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ 1965 3B റദ്ദ് ചെയ്യുകയും യുവതികൾക്ക് പ്രവേശിക്കാം എന്നുള്ളതുമാണ്. ഇനി വരുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, നമ്മൾക്കെല്ലാവർക്കും സ്വതന്ത്ര ചിന്തകരും അതിനുപരി യുക്തിവാദികളും കുറച്ചുകൂടി പോയാൽ നിരീശ്വരവാദികളുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിശ്വാസത്തിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്നുള്ള കാര്യത്തിൽ എന്താണ് യുക്തിവാദികൾക്ക് കാര്യം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇപ്പോൾ ശബരിമലയിലോ ജെറുസലേമിലോ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ ഏതൊരു ആരാധനാലയത്തിലും ആളുകൾ സന്ദർശിക്കേണ്ടതില്ല, അവിടെ ഒന്നുമില്ല എന്ന് തന്നെയാണ് ഞാനും നിങ്ങളെല്ലാവരെയും പോലെ വിശ്വസിക്കുന്നത്. അതേസമയം നിന്നെ അവിടെ കയറ്റാൻ പറ്റില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അതൊരു അവകാശ ലംഘനമാണ്. ആരെങ്കിലും കയറണം എന്നുള്ളതല്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് അതാണ്. നിന്നെ കയറ്റാൻ പറ്റില്ല, നീ കയറണ്ട. ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുക ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയോ യുക്തിസഹമായി ചിന്തിക്കുന്ന ഏതൊരു പൗരൻ്റെയും ധർമ്മം എന്ന നിലയിൽ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും ഈ കോടതി വിധിക്കൊപ്പം ഒരുപക്ഷെ അങ്ങനെ ശബരിമലയിൽ പ്രവേശിക്കാൻ തയ്യാറാകുന്ന ഏതൊരു സ്ത്രീക്കൊപ്പവും നിൽക്കേണ്ടതുണ്ട്. ഈ പരിപാടി തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഞങ്ങളൊരു നോട്ടീസുമായിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഒരാൾ റോഡിൽ കൂടെ നടന്നുപോയി. അയാളത് വാങ്ങി. എന്താണ് പ്രശ്നം? ഭരണഘടന എന്നൊക്കെ എഴുതിയിരിക്കുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഭരണഘടനയെ സംരക്ഷിക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ്. അതിനെന്ത് പറ്റി? ഭരണഘടനയ്ക്ക് ഇപ്പോൾ എന്ത് പറ്റി? ആരെങ്കിലും അടിച്ചു പൊട്ടിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധിയൊക്കെ വന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. സുപ്രീം കോടതി വിധി വന്നതിലെന്താ? ഇതിനു മുമ്പും സുപ്രീം കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞ മറുപടി, അന്ന് ഇതൊന്നും എതിർത്തുകൊണ്ട് ഒരു വലിയ സംഘം പുറത്തില്ലായിരുന്നല്ലോ, ഇപ്പം നിങ്ങൾ വന്നു, അപ്പം ഞങ്ങളും വന്നു എന്നാണ് ഞങ്ങൾ മറുപടി കൊടുത്തത്. അതാണ് യുക്തി ചിന്തകർ എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇന്ത്യയിൽ ഭരണഘടനാപരമായി ഏതൊരു പൗരനും ലഭിക്കുന്ന ഒരു അവകാശത്തെ കായികമായി നേരിടുന്നവരെ ആശയപരമായി നേരിടുവാൻ നമ്മൾ രംഗത്തെത്തേണ്ടതുണ്ട്. ഈ വിധിയിലെ വളരെ മനോഹരമായ ഒരു ഭാഗം ചന്ദ്രചൂഡ് തന്നെയാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുമ്പിൽ ഒരു കൂട്ടം ആളുകളോ മതങ്ങളോ ജാതിയോ സ്ത്രീയോ പുരുഷനോ കുട്ടികളോ വൃദ്ധന്മാരോ അങ്ങനെയൊന്നുമില്ല. ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം. ഒരു വ്യക്തി, അതാരായാലും, ലിംഗം അല്ലെങ്കിൽ ജാതി വർണ്ണ മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു ഇൻഡിവിജ്വലിനെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ പരിഗണിക്കുമ്പോൾ പ്രായത്തെ വിവേചനം നടത്തുന്നത് പോലും വിവേചനമായി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. കോടതി ഇതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായത്. പിന്നെ ഒന്ന്, അതും ഈ ചന്ദ്രചൂഡിൻ്റെ വിധിഭാഗമാണ്. നേരത്തെ രഘു പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്.
ദീപക് മിശ്രയൊക്കെ വളരെ വണ്ടർഫുൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈവൻ ആദ്യ വാചകം തന്നെ വളരെ മനോഹരമാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കും, അതെന്തിന് നടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ന്യായീകരണം നടത്താൻ ആളുകൾ കൂടുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നതെന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്യുവാൻ എത്ര തന്നെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെങ്കിലും അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു വാചകം, ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ മുൻപ് HR ഖന്ന, നിങ്ങൾക്കറിയാമായിരിക്കും, അടിയന്തരാവസ്ഥക്കാലത്ത് വളരെ ഡിസൻറ്റ് നോട്ട് എഴുതിയ വളരെ പ്രധാനപ്പെട്ട ജസ്റ്റിസാണ്. അദ്ദേഹം പറയേണ്ട ഈ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ കെട്ടല്ല, ദാറ്റ്സ് എ ലിവിങ് ഡോക്യുമെൻറ്റ്. അപ്പം ലിവിങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് ജീവിക്കണം. അപ്പോൾ ഭരണഘടന ജീവിക്കണമെങ്കിൽ മാറി വരുന്ന തലമുറകൾ ഭരണഘടനയെ നമ്മളൊപ്പം കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അത് മരിച്ചുപോയെന്നാണ് അർത്ഥം. അപ്പോൾ അത്തരത്തിൽ ഭരണഘടന ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിനെ നമ്മുടെ ഒപ്പം കൊണ്ട് നടത്തി അതിൻ്റെ ജീവൻ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു പരിപാടി നടത്തിയത്. ഇവിടെ വരാൻ, നിങ്ങളോട് സംസാരിക്കാനും ഇടയായാൽ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഇതിനകത്ത് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ തുടക്കത്തിൽ കുറച്ച് കേട്ടിട്ടുണ്ടായില്ല, പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഭരണഘടനയുടെ കാര്യങ്ങൾ പറയുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ സമകാലീന വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ യുക്തിവാദികൾ തന്നെ കുറച്ചുകൂടെ ഒന്ന് സ്വയം വിമർശനാത്മകമായിട്ട് കാണണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ അജിത് ഡോക്ടർ പറഞ്ഞ് തിരുന്നതിൽ ഒരു സംഭവം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഭരണഘടന ഇപ്പോൾ നിങ്ങൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ അതിനുത്തരമായിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞത്, അന്ന് സുപ്രീം കോടതി വിധികളുണ്ടാവുമ്പോൾ ആരും എതിർക്കാൻ വരാറുണ്ടായില്ല, ഇപ്പോൾ ആളുകൾ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖാൻചേട്ടൻ പറയുമ്പോൾ ഖാൻചേട്ടൻ ഈ ഭരണഘടനയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടുതലും പറഞ്ഞത് ഇസ്ലാമിക വിമർശനങ്ങളാണ്. സത്യത്തിൽ അതെത്രത്തോളം ഇപ്പോഴത്തെ ഒരു സമകാലീന സംഭവത്തിൽ എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് അല്ലെങ്കിൽ പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞ മാതിരി 2 മാസമായി ഈ വിധി വന്നിട്ട്. ഇവിടെ ഒരു ഭരണകൂടവും അതിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും കോടതി വിധിയും ഭരണഘടനയും എല്ലാ കാര്യങ്ങളും വലിയൊരു പാർട്ടിയും ഉണ്ടായിട്ട് പോലും അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ യുക്തിവാദികൾ, ഞാൻ ഉൾപ്പെടുന്ന യുക്തിവാദികളെയാണ് പറയുന്നത്, നമ്മൾ സ്വീകരിക്കുന്നൊരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെയും ഈ കിതാബ് നാടകം കളിക്കാൻ പറ്റാത്തതിനെ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് കിട്ടും. ഇതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഡിബേറ്റബിളാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, പലപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷെ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഇത് രണ്ടും വിമർശിക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഒരേ സമയം തന്നെ ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ ഭൂരിപക്ഷ ഈ തീവ്രവാദത്തെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതകളെയൊക്കെ എതിർക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ സമകാലീന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോലും അതൊരുപോലെ അല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിത് ഇന്നലെ ഇപ്പോൾ എഴുതിയിട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഒരു കാര്യമാണ്. അതായത് കിതാബ് നാടകം നമുക്ക് വളരെ കുറച്ച് പേർക്ക് വിചാരിച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു കണ്ട പോസ്റ്റ്, SFI വേണമെങ്കിൽ അതിന് വേദി ഒരുക്കാമെന്ന് പരസ്യമായി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, SFI പോലൊരു സംഘടന. പക്ഷേ ഇപ്പോഴും CPM-ൻ്റെ നിലപാട്, ഞാനത് പൊളിറ്റിക്കൽ ആയിട്ട് പറയണമല്ല, ഒരു വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ശബരിമല വിധിയിൽ അവരുടെ നിലപാട് ഞങ്ങളായിട്ട് കൊണ്ടുപോലും ആരിലും കൊണ്ടുപോകാൻ സുരക്ഷ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ ഹിന്ദുത്വ വർഗീയതയെ നേരിടുന്നതും ഇസ്ലാമിക വർഗീയത. അത് ഇവിടെ പറയാനുണ്ടായ കാര്യം ഖാൻചേട്ടൻ്റെ, കാരണം ഖാൻചേട്ടനൊരു ഭൂരിപക്ഷ സമയവും
പറഞ്ഞത് സൗദിയിലെയും ICSയിലെയും അന്നും ഇവിടെ എത്രത്തോളം റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല. ഇത് പലപ്പോഴും നമ്മൾ യുക്തിവാദികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെ കാണാവോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ശബരിമലയിലെ പ്രശ്നമെന്ന് പറയുന്ന ആത്യന്തികമായിട്ട് ഭരണഘടനയെ മാറ്റി നിർത്തി നമ്മൾ ആലോചിക്കുകയാണ്. അത് ഭരണഘടനയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു സോഷ്യൽ മൊറാലിറ്റിയാണ്, ഒരു സാമൂഹിക ധാർമ്മികതയാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുമ്പോൾ ഇത് മുഴുവൻ ഒരു മതത്തിൻ്റെ പ്രശ്നമാണ്, നാസ്തികത കൊണ്ട് ഇതെല്ലാം ശരിയാവും എന്നുള്ള തരത്തിൽ പല യുക്തിവാദികളും പറയുന്നത്. ഇവിടെ കാഞ്ചേട്ടൻ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെ യുക്തിവാദ സർക്കിളുകളിൽ ഈ നാസ്തികതയാണ് പ്രശ്നം എന്നുള്ള. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശബരിമല കേസിൽ പ്രത്യേകിച്ചും ഈ ഹിന്ദു അതിലൊക്കെ സാധാരണ ഭൂരിപക്ഷ വർഗീയതയിലൊക്കെ സാധാരണ സംഭവിക്കുന്നൊരു പ്രശ്നം, അത് പലപ്പോഴും അവിടെ വിമർശിക്കപ്പെടേണ്ടത് ബ്രാഹ്മണ്യമായിരിക്കും. ഈ ബ്രാഹ്മണ്യത്തെ നമ്മൾ നാസ്തികരടക്കം അല്ലെങ്കിൽ യുക്തിവാദികളടക്കം തൊടില്ല. അല്ലാതെ അതിലെ വിശ്വാസങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരും എന്നുള്ളൊരു നിലപാടിലേക്കാണ് പോകുന്നത്. അതിനെ അങ്ങനെ കാണുന്നതിൽ എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്, ചില വിമർശനങ്ങളുണ്ട്. കാരണം ഇത് രണ്ടും ഒരുപോലെ വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒന്ന് തന്നെയാണ് ആക്ച്വലി. പക്ഷേ ഇത് ഡിബേറ്റ് ചെയ്യേണ്ട, ഈ ഒരു സന്ദർഭത്തിൽ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഭരണഘടനാ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു യുക്തിവാദത്തിൻ്റെ പ്രൊഡക്റ്റാണെന്ന് എത്ര യുക്തിവാദികൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം സംവാദാത്മകമാണ്, ചർച്ച ചെയ്യാവുന്ന. ഇവിടെ സ്വവർഗരതിയെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അതിപ്പോൾ നിയമവിധേയമായി IPC 377 വ്യവസ്ഥയെ ഇപ്പോൾ സുപ്രീം കോടതി ഇല്ലായ്മ ചെയ്തു. അപ്പോൾ അത് നിയമവിധേയമായി അത് യുക്തിവാദികളുടെ ആശയപ്രകാരം ഈ പിന്നെ സ്വവർഗരതി എന്താണ്, നിയമവിധേയമാണ്, അതവർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സാറെ പേരെന്ത്? മുഹമ്മദ് ഖാൻ. ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് ഖാൻക്ക് ഒരു മകനേ ഉള്ളൂ, ഒരൊറ്റ മകനേ ഉള്ളൂ എന്ന് കരുതുക. ഈ മകന് സാധാരണ പ്രണയം ഉണ്ടാവാറുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പ്രണയം ഉണ്ടാവാറുണ്ട്. അങ്ങനെ പ്രണയം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആൺകുട്ടികളെന്ന് പറയും, എനിക്കിന്നെ പെൺകുട്ടീനെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കട്ടെ, എനിക്ക് കല്യാണം കഴിച്ച് തരുമോ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കല്യാണം കഴിച്ചു കൊടുക്കുകയോ എന്തോ ആവാം. പക്ഷേ ഇവിടെ ഈ മകൻ പുറത്ത് പോയിട്ട് വേറൊരു പുരുഷനുമായിട്ട് എന്ത് ചെയ്യാണ്, പ്രണയത്തിലാവുകയാണ്. അതാണല്ലോ ഈ രതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ പ്രണയത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും? അവർക്ക് ആ രണ്ടുപേരും തമ്മിൽ ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുമോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇവർക്ക് അതായത് ഏതൊരു അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു ആഗ്രഹമാണ് സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായി കാണുക എന്നുള്ളത്. ഈ മകനും ഈ വേറൊരു പുരുഷനും തമ്മിൽ കല്യാണം കഴിച്ച് കൊടുക്കുക എന്നുള്ളൊരു ചോദ്യം. പിന്നെ ഇതിലൂടെ എങ്ങനെ ഒരു സന്താനോൽപത്തി ഉണ്ടാകും എന്നതിനും കൂടെ ഒന്ന് മറുപടി പറയേണ്ടതുണ്ട്. പിന്നെ ഒരു അതായത് ഒരു പുരുഷനും തമ്മിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പേര് തമ്മിൽ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവില്ല എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചതാണ്. ശാസ്ത്രത്തിന് ഇനി ഏത് രീതിയിൽ ഗവേഷണം നടത്തി കഴിഞ്ഞാലും രണ്ട് പേരും തമ്മിൽ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ല എന്നറിയാം. പക്ഷേ ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും ആഗ്രഹം, ഒരു മകൻ അല്ലെങ്കിൽ മകൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവണം എന്നുള്ള കുട്ടി ഉണ്ടായി അവരെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം എങ്ങനെ നടപ്പിലാകും എന്നതാണ് അതിനുള്ള ഉത്തരമാണ്. പ്രശാന്തിൻ്റെ വിമർശനത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാ സമ്പ്രദായങ്ങളെയും നിയമത്തെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ടുവന്നു. സമയം അനുവദിക്കാത്തത് കൊണ്ടും നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടും പിന്നെ വിശ്വാസ പ്രമാണവും
ഭരണഘടനയും എന്ന് പറഞ്ഞപ്പോൾ സമാനമായി നടക്കുന്ന രണ്ട് സംഗതികൾ എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ പാകിസ്ഥാനിലെ ആസിയയുടെ ബീവിയുടെ കാര്യവും മറ്റും പറഞ്ഞത്. ഇന്ത്യയിലും അതൊക്കെ തന്നെ നടക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. വിമർശനത്തിന് നന്ദി. സ്വവർഗരതിയും അതൊക്കെ ഇതിനകത്തൊരു മേജർ ചർച്ചയല്ല എങ്കിലും സ്വവർഗരതിക്ക് അനുവാദം കൊടുക്കുമോ? ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുട്ടി ഉണ്ടാവില്ല എന്നുള്ള ആഗ്രഹം അത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. അയാളുടെ അപ്പനപ്പൂപ്പന്മാരും അമ്മാവന്മാരുമൊക്കെ കല്യാണം നടത്തിക്കൊടുത്തിരുന്ന ആ സങ്കല്പത്തിൽ നിന്ന് നമ്മളത് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. ഈ ഭരണഘടനാ ചർച്ചയ്ക്കിടയിൽ ഈ സ്വവർഗരതി കടന്നു വന്നപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഫേസ്ബുക്കിലൊക്കെ കാണാറുള്ള കുരു ലൈവായിട്ട് പൊട്ടിയതായിട്ട് പോലെ തോന്നി. ഏതായാലും ആ വ്യക്തിയുടെ, അതായത് ഈ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്നവർക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് എന്ത് തരം നേട്ടമുണ്ടായി എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഭരണഘടനയെപ്പറ്റി ഒരു ഭരണഘടനാ സാക്ഷരതാ പരിപാടി ഗവൺമെൻറ് ആലോചിച്ചിട്ടുള്ളത് പോലെ തന്നെ കുറച്ചുകൂടി പ്രായോഗിക സയൻസ്, പ്രാക്ടിക്കൽ സയൻസ്, ശാസ്ത്രം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകുന്നുവെന്നും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ പാഠ്യപദ്ധതികൾ പുനഃക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇത്തരം ചോദ്യങ്ങൾ നമ്മളെ വളരെയധികം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഇടപെട്ടുകൊണ്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഭരണഘടനയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്, അതായത് ഭരണകൂടം തന്നെ വളരെ സമർത്ഥമായി ഭരണഘടനയുടെ മൗലിക തത്വങ്ങളെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് നടക്കുന്ന നിയമനങ്ങളിൽ ഈ പറഞ്ഞ സംവരണ തത്വങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം നമ്മൾ ഭരണകൂടം തന്നെ ഭരണഘടനയെ അട്ടിമറിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഭരണഘടനയെ മറികടക്കുന്നതിനുള്ളതോ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രാഥമികമായ മനുഷ്യാവകാശങ്ങൾ നൽകാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ രഹ്ന ഫാത്തിമയുടെ തടവ് അതുപോലെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഭരണഘടനാ പ്രശ്നങ്ങളായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പൊതുസമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ആകെ കയ്യിലുള്ള ഒരു മാധ്യമം നമ്മുടെ വോട്ടവകാശമാണ്. ഇപ്പോൾ ഈ വോട്ടവകാശം പോലും വളരെ ദുർബലമായൊരു അവകാശമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. രണ്ടാമത് കാര്യം, എത്ര വലിയ തരത്തിലുള്ള ഒരു കാർഷിക മുന്നേറ്റം, കർഷകരുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ട് പോലും ആ മുന്നേറ്റം ഉണ്ടായ രാത്രിയിൽ നമ്മുടെ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ച ചെയ്തില്ല എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭരണഘടനയ്ക്ക് വേണ്ടി നമ്മൾ എത്ര വലിയ മുറവിളികൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി പിന്തുണ നൽകേണ്ടവർ പോലും അത് നൽകുന്നില്ല എന്ന നിലയ്ക്ക് അനാഥമാക്കപ്പെട്ടൊരു ജനതയായി നമ്മൾ എന്ന കുലത ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ പലപ്പോഴും സെമിറ്റിക് മതങ്ങളായ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയും എതിർക്കുന്ന അതേ രീതിയിൽ തന്നെ ഹിന്ദുത്വത്തെയും എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. കാര്യം ഈ ഹിന്ദുത്വത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഹിന്ദുമതത്തെ സംബന്ധിച്ചോ പറയുമ്പോൾ നമുക്കതിൽ ഒരു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എതിർത്തുകൊണ്ട് മാത്രം കാര്യമില്ല. കാര്യം ഹിന്ദുമതത്തിൽ മതാചാരങ്ങളില്ല, ജാതി ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിന്ദുമതത്തെ എടുക്കുമ്പോൾ ഈ അതിൻ്റെ ദൈവങ്ങളെ എടുക്കുമ്പോൾ പിന്നീട് അതായത് ഈ വിശ്വസിക്കുന്ന ദൈവത്തെ എടുത്ത് തോട്ടിക്കളയുന്ന സമ്പ്രദായമുണ്ട്. ഗണേശോത്സവം, നാട്ടുകാരുടെ വാക്ക് കേട്ട് ഗർഭിണിയായ ഭാര്യയെ കാട്ടിക്കൊണ്ട് കളഞ്ഞ ഒരു ദൈവമുണ്ട്. പിന്നെ കുളിച്ചുകൊണ്ട് വന്നപ്പോൾ തുണി എടുത്തുകൊണ്ട് പോയൊരു ദൈവമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആചാരങ്ങൾ എതിർത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു അധികാര ഘടനയുണ്ട്. ആ അധികാര ഘടന എന്ന് പറയുന്നത് ഗ്രേഡഡ് ആയിട്ടുള്ള ഇനീക്വാളിറ്റിയാണ്. മുകളിലേക്ക് പോകുമ്പോൾ പിന്നീട് ഈ ആഢ്യത്വം കൂടുകയും താഴേക്ക് വരുമ്പോൾ ആഢ്യത്വം കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇനീക്വാളിറ്റിയെ എതിർക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവണം. ഈ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ദളിത് വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതിനേക്കാൾ ഉപരി ഈ അധികാര ഘടനയെ എതിർക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനായിട്ട് സ്കൂൾ തലത്തിൽ തൊട്ട് തന്നെ നമ്മൾ തുടങ്ങണം. ഈ മുതിർന്നതിനൊക്കെ ശേഷം നമ്മളിപ്പോൾ കതിരിന്മേൽ വളം വയ്ക്കുന്ന പരിപാടിക്കപ്പുറം സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കാനും ഇതും ഭരണഘടനാ ധാർമ്മികത എന്താണെന്നും സാമൂഹ്യ ധാർമ്മികത എന്താണെന്നും അതിന് മുകളിൽ നിൽക്കേണ്ട സാധനമാണ് ഭരണഘടനാ ധാർമ്മികത എന്നുള്ള പഠനങ്ങളും അതിൻ്റെ ശ്രമങ്ങളും സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ള എനിക്ക് പറയാം. വളരെ കുറച്ച് ആളുകളെ ഇവിടെ കേൾക്കാനുള്ളൂ എങ്കിലും വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ. ഭരണഘടനയെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊന്നാണ്. ഒരു കീഴ്ക്കോടതി പറയുന്നതും
അതിൻ്റെ മേലെയുള്ള കോടതി പറയുന്നതും അവസാനം സുപ്രീം കോടതി പറയുന്നതും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഭരണഘടനയെ കീഴ്ക്കോടതികൾ തന്നെ അംഗീകരിക്കാത്ത ഒരവസ്ഥയുണ്ടോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോവാറുണ്ട്. കാരണം അതാണല്ലോ നമ്മൾ 91 ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. പിന്നെ മറ്റൊന്ന്, മാന്യ അദ്ദേഹം പറഞ്ഞ ഇതിൽ പെടാത്തതാണെങ്കിലും ഈ സ്വവർഗരതി, ഇതുവരെ ഇരിക്കുന്ന പലർക്കും അറിയാത്ത ചില സംഭവങ്ങളുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളത് ആണും പെണ്ണും അല്ലാത്ത രണ്ടെണ്ണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ നിയമം ആവശ്യമാണ്. പ്രകൃതിദത്തമായ അവരുടെ വികാരം അങ്ങനെയൊക്കെയേ ഒതുക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് അവരുടെ മനുഷ്യാവകാശമായിട്ടാണ് ഈ നിയമത്തെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഇവിടുത്തെ മൊല്ലാക്ക കാട്ടുന്ന പണിയല്ല, ഇവിടുത്തെ സൈക്കിളി ഔട്ടുന്ന പണിയല്ല. നേരെ ചൊവ്വേ പറഞ്ഞാൽ പുരുഷനെ ഉപയോഗിക്കുന്ന പണിയല്ലാതെ, പുരുഷന് സ്ത്രീയോട് ആഭിമുഖ്യം തോന്നാത്ത ഒരവസ്ഥ അവൻ്റെ ഹോർമോണുകളിൽ നിന്നോ അല്ലെങ്കിൽ ജന്മസിദ്ധമായ അവൻ്റെ ശാരീരിക പ്രത്യേകതകളിൽ നിന്നോ ഉണ്ടാകുമ്പോൾ അതിനെ മതപരമായും സാമൂഹികമായുമുള്ള എതിർപ്പ് കൊണ്ട് അവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നുമുള്ള ഒരു സംരക്ഷണമാണ് ഈ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇനിയിവിടെ ഇരിക്കുന്നവരെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ സുഹൃത്ത് പോയി കളഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്വവർഗരതിയെ നമ്മൾ വല്ലാതെ ഒന്നും വലിയ വിഷയമാക്കിയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഈ പെണ്ണുങ്ങൾ മുഴുവൻ അങ്ങോട്ട് കയറി, എന്നാലും ഒരു ചുക്കും കിട്ടാനില്ല. ആരും കയറിയില്ല, എന്നാലും ഒന്നും നഷ്ടപ്പെടാനില്ല. അവിടെയും മനുഷ്യൻ്റെ ചില അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ യുക്തിവാദിക്ക് ഈ സമൂഹത്തിലെ പങ്കാളികളാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കേണ്ടതുണ്ട്. എന്നതിനാൽ പ്രതികരിക്കാം എന്നാണ് എനിക്ക് ഈ സഭയോട് വിനീതമായിട്ട് പറയാനുള്ളത്. ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പലരുടെയും അഭിപ്രായങ്ങൾ വളരെ ലളിതവൽക്കരിച്ച് പോകുന്ന രീതിയിലാണ് പറയുന്നത്. ഇതിപ്പോൾ സെക്ഷൻ 377 IPCയുടെ കാര്യം പറഞ്ഞത്, അതുപോലെ ശബരിമല വിഷയം പറയുന്നത്, ഇതെല്ലാം അതിനെ സംബന്ധിക്കുന്ന വ്യക്തിനിഷ്ഠമായ വിധികളാണ് എന്ന അർത്ഥത്തിലാണ്. സുപ്രീം കോടതി പറഞ്ഞത് നാളെ മുതൽ എല്ലാവരും സ്വവർഗ സംഭോഗത്തിൽ ഏർപ്പെട്ടു കൊള്ളണം എന്നല്ല. ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ശരിയല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ശബരിമല വിഷയത്തിൽ നാളെ മുതൽ ഇതിലേ പോകുന്ന എല്ലാ സ്ത്രീകളും ശബരിമലയിൽ പോയി ദർശനം നടത്തി തൊഴുതുകൊള്ളണം എന്നല്ല. അവിടെ ഒരു വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. ഇപ്പോൾ വേറൊരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, CPM സംരക്ഷണം നൽകും എന്ന് പറഞ്ഞതല്ലാതെ ആരെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകേണ്ട ബാധ്യത എനിക്കോ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു സുഹൃത്തുക്കൾക്കോ ഭരണകൂടത്തിനോ ഇല്ല. നേരത്തെ ഡോക്ടർ അജിത്ത് പറഞ്ഞതുപോലെ നീ അവിടെ കയറണ്ട എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ അതെന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എനിക്കുണ്ട്. അത് എനിക്ക് ഭരണഘടന തന്നിട്ടുള്ള അവകാശമാണ്. അതിന് മുകളിലാണ് എല്ലാ അവകാശവും. എല്ലാ മനുഷ്യരെയും ഒരു പരിധിവരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമോ പൗരോഹിത്യ നേതൃത്വവുമാകാം. വ്യക്തമായി ഭരണഘടന വായിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യാത്ത സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പറഞ്ഞങ്ങ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് രീതി. നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ മതപരമായ അവകാശങ്ങളുമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ശരിയാണ് ഒരു പരിധിവരെ. പക്ഷേ അത് കണ്ടീഷണലാണ്. അത് മനസ്സിലാക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ആരുമില്ല. പബ്ലിക് ഓർഡർ, ഹെൽത്ത് ആൻഡ് മൊറാലിറ്റി ഇതിനെ ബാധിക്കുന്ന രീതിയിൽ ഒരവകാശവും പാടില്ല. അത് മതപരമായാലും ഏതായാലും മൗലികാവകാശങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഭരണഘടനാപരമായ ഭേദഗതികൾ പോലും പാടില്ല എന്നാണ് സെറ്റിൽഡ് പൊസിഷൻ ഓഫ് ലോ. അത് ആദ്യം മുതലുള്ള കേസുകൾ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് മുതൽ ഏറ്റവും പ്രസക്തമായ കേശവാനന്ദ ഭാരതി കേസ്, അതിനിങ്ങോട്ട് വന്നിട്ടുള്ള പിന്നീടുള്ള മിനർവ മിൽ കേസ്, ഏതെടുത്ത് നോക്കിയാലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും പാടില്ല എന്നുള്ളത് നമ്മുടെ സെറ്റിൽഡ് പൊസിഷൻ ഓഫ് ലോ ആണ്.
പിന്നീടുണ്ടായ ഭരണഘടനാ ഭേദഗതിയെ പോലും അസാധ്യ ആക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധികൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ നാളെ മുതൽ പെണ്ണുങ്ങൾക്ക് അമ്പലത്തിൽ കയറാമോ, നാളെ മുതൽ ഞങ്ങൾക്ക് സ്വർഗ്ഗഭോഗം നടത്താമോ എന്നൊക്കെ ചിന്തിക്കുന്നത് വിഷയങ്ങളെ ലളിതവൽക്കരിക്കുന്നത് പോലെ, ഒരു സ്നഗ്ഗി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മദ്രസ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പോലെ എന്തെങ്കിലും ചോദിക്കുന്നത് കൊണ്ട് ഇതിന് മറുപടി ആകുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു വിഷയത്തിൽ എൻ്റെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ പ്രശാന്തപ്പുൽ എന്നെ അടിച്ചു, അതിനുവേണ്ടി ഞാൻ പോകുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഞാൻ കടന്നു കയറി അതിനെതിരെ അപ്പുൽ എനിക്കെതിരെ കൊടുത്തതുപോലെയോ ഉള്ള കേസല്ല ഇത്. ഭരണഘടനാ ബെഞ്ചിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് നടപ്പിലാക്കാനുള്ള വിധിയല്ല. പ്രിയ സുഹൃത്തുക്കളെ, ദയവായി ഒന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിധിയല്ല, ഇത് നിയമമാണ്. ആർട്ടിക്കിൾ 141 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അത് പറയുന്നത്, ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ സുപ്രീം കോർട്ട് ഷാൽ ബി ബൈൻഡിങ് ഇൻ ഓൾ ടെറിട്ടറി ഓഫ് ഇന്ത്യ. എന്തായാലും വാട്ട് ദ സുപ്രീം കോർട്ട് സേസ് ഇസ് ദ ലോ ഓഫ് ദ ലാൻഡ്. അതാണ് നിയമം. അതിനെ ലംഘിക്കാൻ ഒരു മതപുരോഹിതനും ഒരു രാഷ്ട്രീയ നേതാവിനും ആർക്കും അവകാശമില്ല, അധികാരമില്ല. ഭരണഘടന എന്ന് പറയുന്നതാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം. അതിന് മുകളിൽ ചിന്തിക്കാതിരിക്കുക, ബാക്കിയുള്ള കോമഡി ചോദ്യങ്ങളിലേക്ക് പോകാതെ ഭരണഘടനയുടെ മാന്യത, മഹത്വം അത് നിലനിർത്താനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും നമ്മൾ പരസ്പരം വഴക്കടിച്ച് സംസാരിക്കുന്നതും. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനും നിങ്ങൾക്ക് വിയോജിക്കാനുമുള്ളത്. ഈ അവകാശമെല്ലാം തരുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഈ വിശുദ്ധ ഡോക്യുമെൻ്റ് തന്നെയാണ്. ഇതിനെതിരഭിപ്രായമുള്ളവർക്ക് ഭരിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ താൽക്കാലം അവസാനിപ്പിക്കാം. അതായത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് കയറുന്ന ജനപ്രതിനിധികൾ പോലും ഭരണഘടനയെ വിഭജിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുകൂടി ചിന്തിക്കാം. അതെനിക്ക് തോന്നിയുള്ളത്, നമ്മുടെ ശ്രീധരൻ പിള്ളയുടെ കുപ്രസിദ്ധമായ സ്പീച്ചിൽ പറഞ്ഞ പോലെ ആ ഒരു വാക്ക് ഞാൻ കടയെടുക്കുകയാണ്, ഇതൊരു സുവർണാവസരമാണ്. പറഞ്ഞാൽ ഇത് നമുക്കുള്ളൊരു സുവർണാവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ പണ്ടും വിധികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനതയ്ക്ക് അങ്ങനെ ഒരു ഭരണഘടനാ ധാർമ്മികത ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കേസ് പറഞ്ഞോട് പറയുകയാണ്, അത് കഴിഞ്ഞിട്ടും അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മനുഷ്യൻ്റെ മൈൻഡിൽ വലിയ മാറ്റം എന്നുള്ളത് എനിക്ക് തോന്നില്ല. അപ്പോൾ നമുക്കുള്ളൊരു സുവർണാവസരമാണ്. എന്താ വെച്ചാൽ ഭരണഘടന ജനങ്ങളിൽ എത്തിക്കാനുള്ളൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടായിട്ട് വന്നെങ്കിലും ഇപ്പോൾ സ്ത്രീകൾ തീരെ ഇല്ലാത്തൊരു യോഗത്തിലിരുന്ന് മനുഷ്യമതിലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന രീതിയിൽ അതിന് വെള്ളം ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് ഒരു സംശയമുള്ളത്. ചന്ദ്രചൂഡിൻ്റെ വിധിയിൽ അദ്ദേഹം ദൂരവ്യാപകമായി ഫലങ്ങൾ ഉണ്ടാക്കുന്ന ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ എന്തു പറഞ്ഞാലും ഭരണഘടനയ്ക്കാണ് മുൻതൂക്കം എന്ന നിലയ്ക്കാണ് സ്ത്രീകളെ ഒഴിവാക്കുന്നതിൽ നിന്നും എക്സ്ക്ലൂഷനെ അദ്ദേഹം വിമർശിക്കുന്നത്. ഇത് ഞാൻ വീണ്ടും മുസ്ലിം മതത്തിലേക്ക് പോവുകയാണ്. കാരണം വളരെ റിജിഡായിട്ടുള്ള ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു മതമായതുകൊണ്ട് അതിൻ്റെ തത്വങ്ങളൊക്കെ പാലിക്കപ്പെട്ടില്ലെങ്കിൽ സാമൂഹ്യമായ ബഹിഷ്കരണം വരെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു എക്സ് മുസ്ലിം എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോവുകയാണെങ്കിൽ പള്ളിയിൽ പ്രവേശിക്കാനുള്ള അനുവാദം നൽകാൻ ഈ വിധി അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നടപടികൾക്ക് വരെ, അതായത് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ അവകാശം നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് അവകാശം നേടിക്കൊടുക്കാനുള്ള
ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു വിധിയാണ് ഇതിലൂടെ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. ചോദ്യങ്ങളായിട്ടല്ല, അതെല്ലാം ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു മറുപടി വേണ്ട ഒന്നുണ്ടായിട്ടില്ല. എങ്കിലും കീഴ്ക്കോടതി വിധി, സുപ്രീം കോടതി വിധിയൊക്കെ തീർച്ചയായിട്ടും അത്തരം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. അത്തരം ഫ്ലെക്സിബിലിറ്റികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇനിയും ഉണ്ടാകുമെന്ന് കരുതാം. പിന്നെ വന്നൊരു ഭരണകൂടനം തന്നെ ഭരണഘടനയെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സത്യത്തിലൊരു ഗവൺമെൻറ് ആവശ്യമാണോ? ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക? ആ അധികാരം കിട്ടിയ ഗവൺമെൻറ് ആ രാജ്യത്തിലെ പൗരന്മാരുടെ മെക്കിട്ട് കയറാതിരിക്കാൻ എന്ത് ചെയ്യും? ഈ 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഭരണഘടന ഉണ്ടാകുന്നതിന് തന്നെ കാരണം. അപ്പം അതുകൊണ്ട് തന്നെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള പ്രവണതകൾ ഉണ്ടാകുമെന്ന് ഭരണഘടന നിർമ്മിക്കുന്നവർക്ക് തന്നെ ധാരണയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഭൂരിപക്ഷം തീരുമാനിക്കുന്നതിന് പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് പോലും സാധ്യമല്ല എന്നുള്ള നിലയിലുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടാകണം എന്നില്ല എന്ന് തോന്നുന്നു. പിന്നെയുള്ളത് കോടതി വിധി നടപ്പിലാക്കേണ്ടത് ആര് എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് അദ്ദേഹം മറുപടി പറയുണ്ടായത്. ഒരു വിധി നടപ്പിലാക്കാൻ അങ്ങനൊരു നിർദ്ദേശമല്ല ഇത്, അങ്ങനൊരു ജഡ്ജ്മെൻ്റ് അല്ല. മറിച്ച് ഈ 1965 3B പ്രകാരം അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശബരിമലയിലേക്ക് കയറുന്ന സ്ഥലത്ത് 10-നും 15-മുള്ള ആളുകൾ പോകാൻ പാടില്ല. ഇതങ്ങ് എടുത്തു മാറ്റുക, അത്രമാത്രമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ കോടതി വിധി നടപ്പിലാക്കേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കേരളത്തിലെ വിശ്വാസികളായിട്ടുള്ള യുവതികളാണ്. അവരാണ് അങ്ങനെ താല്പര്യമുള്ളവർ നടപ്പിലാക്കേണ്ടത്. പക്ഷേ അവരെ ചെറുക്കുന്ന ഒരു സന്ദർഭമുണ്ടായപ്പോൾ മാത്രമാണ് വിശ്വാസമില്ലെങ്കിലും നമ്മളെപ്പോലുള്ള മുഴുവൻ ആളുകളും അവർക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു പിന്തുണ നൽകുവാൻ തീരുമാനിക്കുന്നത്. അജിത് ഡോക്ടറോട് എനിക്കൊരു സംശയം, ഞാൻ വക്കീൽ ഹിദായത്തുള്ളയോടും ചോദിക്കുകയാണ്. ഞാൻ വേദിയിൽ ഇത് സംശയം ചോദിക്കുകയാണ്. അതായത് എന്നോടും നിങ്ങളോടും ഹിദായത്തുള്ളയോടുമാണ്. അതായത് ഞാൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്തെ ഒരു പ്രമുഖ അഭിഭാഷകൻ്റെ, അദ്ദേഹം ലോ കോളേജിൽ അധ്യാപനം നടത്തുന്ന ആളാണ്. അദ്ദേഹവുമായി സംസാരിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഒരു സംശയമാണ്, പാർലമെൻറ്റും ഇന്ത്യയിലെ 50% നിയമസഭകളും പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഭരണഘടനയെ മാറ്റാൻ സാധിക്കും എന്നൊരു അഭിപ്രായം പറഞ്ഞായിരുന്നു. അത് ശരിയാണോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് പോരാന്നുണ്ടെങ്കിൽ പറയണം. ഭരണഘടനയെ പൂർണ്ണമായിട്ടും, അത് അമെൻമെൻറ്റ് തന്നെ ഈ റൈറ്റിൽ തന്നെ പറയുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അമെൻഡ് ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് ദാറ്റ് അതിൻ്റെ അതുകൊണ്ടാണ് ഒരു ഭരണകൂടം വിചാരിച്ചാലും ഭൂരിപക്ഷം വിചാരിച്ചാലും അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ജസ്റ്റിസ് ഇതിനെയൊന്നും അഫക്റ്റ് ചെയ്യുന്ന ഒരു അമെൻമെൻറ്റ് ഭരണഘടന അംഗീകരിക്കുന്നില്ല. അത് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടും. അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏക ബോഡി ഇപ്പോൾ നമുക്ക് സുപ്രീം കോർട്ട് മാത്രമാണ്. പാർലമെൻറ്റും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൂടി 3-2 ഭൂരിപക്ഷം ഇട്ട്, അല്ല 4-3, 3-2 ഭൂരിപക്ഷം ഇട്ട് തീരുമാനിച്ചാലും അസാധ്യമാണ്.